കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലൊരു ഗോൾഫ് ക്ലബ്ബ് ഇനാഗുറേഷൻ. സുൽത്താൻ ഈ ഗോൾഫ് മേഖലയിലെ പ്രഗത്ഭരായ കുറേ കളിക്കാരെ ഇനാഗുറേഷൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അർണോൾഡ് പാമറുണ്ട്. ഇനാഗുറേഷനെ കഴിഞ്ഞു ഇങ്ങനെ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാമറിൻ്റെ അടുത്ത് സുൽത്താൻ വന്നിട്ട് ചോദിച്ചു, എന്ത് ഗിഫ്റ്റ് വേണം? ചോദ്യം പെട്ടെന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ക്ലബ്ബ് കിട്ടിയത് നന്നായിരുന്നു. അമേരിക്കയിലേക്ക് തിരിച്ചു വന്ന പാമർ എല്ലാ ദിവസവും മെയിൽ ബോക്സ് ചെക്ക് ചെയ്യും. എന്ത് ടൈപ്പ് ക്ലബ്ബാണ് തന്നിട്ടുള്ളത്, അതിൻ്റെ അകത്ത് അതിൻ്റെ പേരൊക്കെ എൻക്രീ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പ്രതീക്ഷയോടെ പോയി നോക്കുന്നത്. 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ തോന്നി സുൽത്താനല്ലേ, ഇത്ര തിരക്കുള്ള ആളാണ്, മറന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞൊരു ദിവസം മെയിൽ ബോക്സ് നോക്കുന്ന പാമർ ഞെട്ടിപ്പോയി. കാരണം അതിൽ ഒരു കോൺഫിഡൻഷ്യൽ ലെറ്റർ ഫ്രം അഡ്രസ്സ് സൗദി അറേബ്യ. ഓടിച്ചെന്ന് തുറന്നു നോക്കുമ്പോൾ എന്താ കാണുന്നത്? 500 ഏക്കർ സ്ഥലത്തിൻ്റെ ഒരു ഡീഡാണ്. ക്ലബിന് 2 അർത്ഥമുണ്ട്. ഒന്ന് കളിക്കുന്ന സ്റ്റിക്കിന് ക്ലബ്ബ് എന്നാണ് പറയുന്നത്, 2 കളിക്കുന്ന എൻ്റയർ ഏരിയക്ക് പറയുന്നത് ക്ലബ്ബ് എന്നാണ്. പാമർ രാജാവിനോട് ചോദിച്ചത് ഒരു സ്റ്റിക്കാണ്. പക്ഷെ രാജാവിന് മനസ്സിലായത് ദ എൻ്റയർ പ്ലേ ഗ്രൗണ്ടാണ്, ക്ലബ്ബാണ്. ഇതാണ് നമ്മൾ സാധാരണ മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും കാഴ്ച തമ്മിലുള്ള വ്യത്യാസം. എന്താ ഗോസ്പലിൽ നമ്മളത് കാണുന്നുണ്ട്. ഫിലിപ്പോസിന് നമ്മുടെ സാധാരണക്കാരൻ്റെ കാഴ്ചയാണ്. അതാ ചോദിക്കുന്നത്, നസ്രത്തിൽ നിന്ന് എന്ത് നന്മ ഉണ്ടാവാനാ? ഉടനെ ദൈവത്തിൻ്റെ കാഴ്ച എന്താ? ഈശോ പറയുന്നു, സ്വർഗം തുറക്കുന്നതും ദേവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നീ കാണും. യു വിൽ സീ ഗ്രേറ്റർ തിങ്സ്. ദൈവത്തിൻ്റെ വലിയ കാഴ്ചകൾക്ക് വേണ്ടി റെഡി ആയിട്ടിരിക്കുക.